ഹായ് എവരി വൺ, ദിസ് ഈസ് ബബ്ലു മോഹൻ. ജഹാസ് എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത് ഒന്ന് വ്യക്തമാക്കാമോ? പാഷനേറ്റ് ആയിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നതാണ് ആക്ച്വലി. 2018 വരെ, അതായത് ഏകദേശം ഒരു 5 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചധികം നാൾ ആ മേഖലയിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ മേഖല തിരഞ്ഞെടുക്കണം എന്ന് തോന്നിയത്? അതിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നു? ഹായ് എവരി വൺ, ദിസ് ഈസ് ബബ്ലു മോഹൻ. വെൽത്ത് ഓൺ പർപ്പസ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാന അതിഥിയായിട്ട് വന്നിരിക്കുന്നത് മിസ്റ്റർ ജഹാസ് ഹുസൈൻ. അദ്ദേഹം വൺ ഓഫ് ദ ലീഡിംഗ് ട്രാവൽ ആൻഡ് ടൂറിസ്റ്റ് കമ്പനിയുടെ, അതായത് യൂണിവേഴ്സൽ ട്രാവൽ കമ്പനി UTC, ആ കമ്പനിയുടെ ഡയറക്ടറാണ്. ഈ മേഖലയിൽ അദ്ദേഹം വളരെ വിജയിച്ചിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹത്തെ ആദ്യമായി നമുക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു ഹുസൈൻ, സ്വാഗതം. റൈറ്റ്, താങ്ക് യു. ഹുസൈൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ആക്ച്വലി തൃശ്ശൂരാണ്. തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ജഹാസ് ഹുസൈൻ എന്നാണോ നമ്മൾ വിളിക്കേണ്ടത്, അതോ ഹുസൈൻ എന്നാണോ വിളിക്കുന്നത്? ഹുസൈൻ ആക്ച്വലി ഫാദറിന്റെ നെയിമാണ്. ഫാദറിന്റെ ജഹാസ് name. ഹുസൈൻ എന്നാണ് ശരിക്കുള്ള ഫുൾ നെയിം. അതെ, ജഹാസ് എന്നാണ് എന്നെ വിളിക്കാറ്. അപ്പൊ ജഹാസ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? നന്നായി. യെസ് യെസ്. ജഹാസ് എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത് ഒന്ന് വ്യക്തമാക്കാമോ? ആക്ച്വലി ട്രാവൽ ബിസിനസ് ആണ്. ഞാൻ പഠിച്ചതും എല്ലാം ഈ ഒരു കോഴ്സ് തന്നെയായിരുന്നു. സോ പാഷനേറ്റ് ആയിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നതാണ് ആക്ച്വലി. സോ ഞാൻ ഗ്രാജുവേഷൻ ആയിക്കോട്ടെ, എൻ്റെ +2 മുതൽ ഞാൻ ഈ ഒരു VHSC എന്ന് പറയും, ടൂറിസം, ട്രാവൽ ആൻഡ് ടൂറിസം, ആ ഒരു ഇത് മുതൽ ഞാൻ ഈ ഒരു കോഴ്സ് തന്നെ പഠിച്ച് ഇതിലേക്കായിട്ട് തന്നെ, ഈ ഫീൽഡിലേക്കായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. ഓ, വെരി ഗുഡ്. അപ്പോ പഠനത്തിന് ശേഷം നേരെ ഈ ബിസിനസ്സിലോട്ട് തന്നെയാണ് ഇറങ്ങിയേക്കുന്നത് അല്ലേ? അല്ല, ഞാൻ പഠനത്തിന് ശേഷം ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് 1-2 കമ്പനികളിലും, അതായത് കേരളത്തിലും ഡൽഹിയിലും അതേപോലെ മിഡിൽ ഈസ്റ്റിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആഹാ, ഓക്കെ ഓക്കെ. ഏകദേശം എത്ര വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടാവും? ഞാൻ 2013 പാസ് ഔട്ട് ആയത്, ഗ്രാജുവേഷൻ. ആ ഒരു റിസന്റ് ടൈമിൽ ഒരു 1-2 മന്തിനുള്ളിൽ തന്നെ എനിക്ക് ജോബ് കിട്ടി, കരിയർ സ്റ്റാർട്ട് ചെയ്തു. 2018 വരെ, അതായത് ഏകദേശം ഒരു 5 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ UTC എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചധികം നാള് ആ മേഖലയിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കമ്പനി. അതെ അതെ. എന്തുകൊണ്ടാണ് ഈ മേഖല തിരഞ്ഞെടുക്കണം എന്ന് തോന്നിയത്? അതിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നു? ട്രാവൽ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അത് മാത്രമല്ല, ഒരു നമുക്കൊരു കസ്റ്റമറിനെ, അതായത് ഈ രീതിയിലൊരു യാത്രകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ പല ആൾക്കാരും ഒരു ക്ലീശ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് ഈ ട്രാവൽ ബിസിനസ്. നമ്മളത് വ്യത്യസ്തമായിട്ട് കസ്റ്റമൈസേഷൻ മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ബബുലു സാറിന് ഒരു ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബബുലു സാറ് പറയുന്ന ഡേറ്റില്, പറയുന്ന രീതിയിൽ, അത് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അത് അത്ര വ്യത്യസ്തമായിട്ടുള്ള കാര്യമില്ലെങ്കിലും നമ്മൾ ഈ ഒരു ഇതിലാണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് കൂടുതൽ നോക്കുന്നത്. സോ ക്ലയന്റിന് നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കാതെ അവർക്ക് ആവശ്യമുള്ള ഒരു സർവീസ് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. അതാണ്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് മെയിൻ ആയിട്ടും നമ്മൾ നോക്കുന്നത്. വാവ്, ഗ്രേറ്റ്. അപ്പോ ബിസിനസ്സുകാരുടെ അടുത്ത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. കാരണം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് പലതരത്തിലുള്ള സെറ്റ് ബാക്സ് ഉണ്ടാവും അല്ലെ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ഈ ബിസിനസ്സിൽ എന്തൊക്കെ സെറ്റ് ബാക്സ് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് ഓവർകം ചെയ്തേക്കുന്നത്? ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മതിലകം എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട് വീടിന്റെ നിയർ ബൈ. ഒരു 2000 റുപ്പീസ് ആണ് അവിടെ റെന്റ് ഉണ്ടായിരുന്നത് ആദ്യമായിട്ട്. അപ്പൊ ഏറ്റവും ലോ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മളൊരു വിഷയം. ഞങ്ങളൊരു 3 പേര് കൂടെ സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഫസ്റ്റത്തെ ആകെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് ഒരു 10,000 റുപ്പീസ് ആണ് ഫസ്റ്റ് മന്ത് തന്നെ. അപ്പോൾ ആ രീതിയിൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ ബെറ്റർ വിഷനിൽ ട്രാവൽ ചെയ്ത് രീതിയിലേക്ക് എത്തണം. അപ്പൊ ഏറ്റവും ആ ഒരു ടൈമിൽ തന്നെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഒന്ന് ബെറ്റർ ആയി വന്നപ്പോഴത്തേക്കും അറിയാലോ, 2020 ആയപ്പോഴത്തേക്കും കോവിഡ് വന്നു. സോ എന്റെ ലൈഫില്, ഒരു ഓണ്ടർപ്രണർഷിപ്പ് ലൈഫില് ഞാൻ ഏറ്റവും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ട്രാജഡി ആയിരുന്നു. കാരണം കോവിഡ് എന്ന് പറയുന്നത് ട്രാവൽ ആൻഡ് ടൂറിസത്തിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പാർട്ട്ണർഷിപ്പിന്റെ ഇഷ്യൂസും പിന്നെ മറ്റു പല ബിസിനസ്സുകളിലും ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അതിന്റെയും ഇഷ്യൂസും ഒക്കെ, ഫണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് ഏകദേശം നല്ലൊരു ലയബിലിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അതാണ് ഏറ്റവും ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ. പിന്നെ എനിക്ക് ഞാൻ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്, എന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു ആ സമയത്ത്.
അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡെലിവറിക്ക് ആയിട്ട് എൻ്റെ കയ്യിൽ ഞാൻ നോക്കുമ്പോൾ ആകെ 5,000 റുപ്പീസേ ഉള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുഹൃത്തുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ വളരെ ഇമോഷണൽ ആയിട്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഏഹ് ഞാൻ തിരിച്ചു വരുവിടാന്നുണ്ട്, കാരണം അവൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. അന്ന് എനിക്കൊരു ഫയർ വന്നിട്ടുണ്ട്. ആ ഫയറിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ആ ഒരു ഇത് സ്റ്റിൽ ഞാനത്, എനിക്ക് എന്ത് ചലഞ്ചസ് വരുമ്പോഴും ഞാൻ അത് ഓർക്കുള്ളൂ. അവിടെ നിന്നാണ് ഞാൻ കയറി വന്നത്. എനിക്ക് ഏകദേശം 50 ലാഖിന്റെ അടുത്തുള്ള ലയബിലിറ്റി ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പല ഇഷ്യൂസ്, ബിസിനസിന്റെ ഇഷ്യൂസും ലോണുകളായിട്ടുള്ള പ്രശ്നങ്ങളും. അന്നൊരു സിസ്റ്റമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിനെ വെച്ചോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽസിനെ അഡ്വൈസ് എടുത്തിട്ടോ ഒന്നല്ല നമ്മൾ ചെയ്തിരുന്നത്. ബിസിനസ്സും ഫണ്ട് മാനേജ് ചെയ്തിരുന്നു. ഫണ്ട് മാനേജിംഗ് ഒന്നും ഉണ്ടാവില്ല, വരുന്നു, എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നു, പോകുന്നു, ഈ രീതിയിലായിരുന്നു. സിസ്റ്റമാറ്റിക് അല്ലാണ്ട് പോയതിന്റെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു അഡ്വൈസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ഇതായിരുന്നു എനിക്ക് എന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, യെസ്, യെസ്. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിസിനസ്സുകാർ ഫേസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ചലഞ്ചും ജഹാസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും. ബാധ്യതകൾ ഉണ്ടായിരുന്നു അല്ലെ? അതെ. എനിക്കറിയാം, ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തേക്കുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് കോവിഡ് ബാധിച്ച ഒരു സമയമായിരുന്നു തീർച്ചയായിട്ടും. അല്ലെ? ബിസിനസ് അതെ. ഷട്ട് ഡൗൺ ചെയ്ത് പോയിട്ടുള്ള ഷട്ട് ഡൗൺ ചെയ്തു. ഏകദേശം ഒരുപാട് കമ്പനികൾ. വൺ ഇയർ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഓഫീസ്. അതെ, അതെ, ഒരുപാട് കമ്പനികളും അങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, അതായത് എത്രയൊക്കെ സെറ്റ് ബാക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ദർ വാസ് എ ഫയർ അല്ലെ? അതെ. ജഹാസിന് തിരിച്ചു വരണം എന്നുള്ള ഒരു ഫയർ ഉണ്ടായിരുന്നു എപ്പോഴും അതെ. മനസ്സിൽ. അത് ആ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് വൈഫ് മാത്രമാണോ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നോ? എന്താണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആക്ച്വലി സിറ്റുവേഷൻ ആണ്. ഇപ്പൊ നമ്മൾ എന്ത് സിറ്റുവേഷനിലായാലും ഫാമിലി ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നതിന് ഇതുണ്ട്. ഇപ്പൊ എന്റെ ഒരു ബിസിനസ് ഫാമിലി ഒന്നല്ല. നോർമലി ഫാദർ ആണെങ്കിലും GCC വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു. ബിസിനസ്സിന് ആരും സപ്പോർട്ട് ആയിരുന്നില്ല. എന്റെ ഇഷ്ടത്തിന് തന്നെയാണ് ഞാൻ അതിലേക്ക് വന്നതും. അപ്പൊ അവര് റിസ്കിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുതരാം. പക്ഷെ നമ്മൾക്ക് നമ്മുടെ വിഷനൊപ്പം ട്രാവൽ ചെയ്യാനാണ് താല്പര്യം. അപ്പൊ അത്ര ഒരു സപ്പോർട്ടിങ് ആയിരുന്നില്ല. പക്ഷെ നമ്മളെ ആഗ്രഹങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതും ക്യാഷിന് വേണ്ടി മാത്രമായിരുന്നില്ല. നമ്മൾ ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഉം. ജഹാസിന് ഈ കൊച്ചു കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഉം. ലോകത്ത് ഏത് രാജ്യത്തിലും ഇവന്റ് നടത്താനും അതല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം കണ്ടക്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് വളരെ സമർത്ഥമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കമ്പനി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും. നമ്മളെ ഇപ്പോ അതില് അപ്പോ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾ ആ രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അധികമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഞങ്ങളിപ്പോ ആക്ച്വലി ഞങ്ങളൊരു കസ്റ്റമറിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60% കേരളത്തിൽ നിന്നും 40% മിഡിൽ ഈസ്റ്റിൽ നിന്നുമാണ്. ഉം. മല്ലൂസ് ആണ്, മലയാളീസ് ആണ് കൂടുതലുള്ളത്. അത് ചേഞ്ച് ചെയ്തിട്ട് നമ്മളൊരു പാൻ ഇന്ത്യ ലെവലിലേക്ക് ഡെവലപ്പ് ആവാന്നുള്ളതാണ് നമ്മളൊരു 2025 നമ്മൾ വെച്ചിട്ടുള്ള വിഷൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബുക്കിംഗ് എഞ്ചിൻ, അതായത് കസ്റ്റമേഴ്സിന് ഓൺലൈനിൽ തന്നെ പാക്കേജസ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ സ്റ്റാഫിനെയും ആ ലെവലിലേക്ക്, നമ്മൾ സ്റ്റാഫിനെ ഞാൻ യൂസ് ചെയ്യാറില്ല, ഞങ്ങളുടെ ടീമിനെയും ഞങ്ങൾ ആ ലെവലിലേക്ക് ഇൻസെന്റീവ് സിസ്റ്റവും അങ്ങനെ എല്ലാം വെച്ചിട്ട് അവരെ ഫിനാൻഷ്യൽ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അവരാണ് നമ്മളെല്ലാ സക്സസും. അവർ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ വന്ന് അടിപൊളിയാവാൻ പറ്റുന്നത്. അപ്പോ ഒന്ന് ചോദിച്ചോട്ടെ, ഉം. അതായത് ഇപ്പോ നമ്മുടെ കമ്പനി കൂടുതൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ ഉം. നോക്കുന്നുണ്ട്. അതെ. എംപ്ലോയീസിനെ നല്ല ഒരു എംപ്ലോയി ഫ്രണ്ട്ലി കമ്പനിയാണ് ഉം. ജഹാസ് മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്. അതെ. അപ്പോ നമ്മളുടെ ഏതൊക്കെ തരം കസ്റ്റമേഴ്സുമായിട്ട് സഹകരിക്കാനാണ് താല്പര്യപ്പെടുന്നത്? ഞങ്ങള് ആരാണ് യഥാർത്ഥ കസ്റ്റമർ UTCയുടെ? UTCയുടെ ആക്ച്വൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ഭാഗം ഓൺലൈനിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്രീമിയം ടൈപ്പ് കസ്റ്റമേഴ്സിനെയാണ്. കാരണം ബഡ്ജറ്റ് ലെവലിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബഡ്ജറ്റ് ലെവലിൽ നമ്മൾ ചെയ്തു നോക്കി. ഇവിടെ ഒരു ഇഷ്യൂ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഏറ്റവും ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോഴുള്ള പ്രശ്നം തന്നെയാണ്. കാരണം അവരെ എക്സ്പെക്ടേഷൻ ഹൈ ആയിരിക്കും. അതിനനുസരിച്ചുള്ള ഒരു റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനുള്ള ഒരു ഫണ്ടോ കാര്യങ്ങളോ അവരുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ അവരെയും എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ഇപ്പൊ EMI പോലുള്ള ഫെസിലിറ്റി കൊടുത്തിട്ട് അവർക്ക് ആ ഫണ്ടിനുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ചീപ്പായിട്ട് അല്ലെങ്കിൽ ഒരു അഫോർഡബിൾ ഇല്ലാത്ത ക്ലയന്റിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. കാരണം നല്ല സർവീസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഒരു ടൂറിൽ നമ്മൾ ഒരാൾ ടൂർ പോകുന്നത് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ആയിരിക്കും.
ഓക്കെ, അതൊരു മിഡിൽ ക്ലാസ് ആണെങ്കിൽ ഏകദേശം ഒരു വർഷത്തിൽ ഒരു ടൂറൊക്കെ പോവുള്ളൂ. സോ ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഫണ്ട് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ പക്ഷെ നമ്മളെന്തും എന്തും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വലിയൊരു ഇപ്പൊ ഒരു ഓൾട്ടോ ഓടിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഒരു ഫീൽ അല്ല ഒരു ലംബോർഗിനിയോ ഫെരാരി ഓടിക്കുമ്പോൾ. പക്ഷെ അത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് മുഖേനയും EMI ഫെസിലിറ്റി ആയിക്കോട്ടെ അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടാണെങ്കിലും അവരെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ചിലതൊക്കെ നമ്മൾ അവർ അത്രയും താല്പര്യം ഉണ്ടോ കസ്റ്റമറിന് ആ പാക്കേജ് എടുക്കാൻ, പക്ഷെ അവർക്ക് ഫണ്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല, EMI താല്പര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഈവൻ നമ്മൾ ലോസ് അല്ലെങ്കിലും ആ നെറ്റ് പ്രൈസിനൊക്കെ ചെയ്തു കൊടുത്ത് നമ്മൾ പല കസ്റ്റമേഴ്സിനെ നമ്മൾ ഹാപ്പി ആക്കിയിട്ടുണ്ട്. ഓ, വണ്ടർഫുൾ. അതായത് നിങ്ങൾ ആരെയും നിരുത്സാഹപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ആര് തീർച്ചയായിട്ടും വന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും. പിന്നെ അവർക്ക് വേണ്ടത്. ഒരുപാട് കോർപ്പറേറ്റ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ്സിന്റെ കാര്യമല്ലോ, ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും അവരെ ബുക്കിംഗ് കൂടുതൽ. സോ ആ, അതിന് നമുക്കൊരു സ്പെഷ്യൽ വിങ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. വിസ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള കോർപ്പറേറ്റ്സ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. പല കോർപ്പറേറ്റ്സും ഹൈ ലെവലിലുള്ള, ഞാനത് പേരുകൾ വെളിപ്പെടുത്താൻ തയ്യാറല്ല. അപ്പോൾ അങ്ങനെയുള്ള കോർപ്പറേറ്റ്സിന് ചെയ്യുന്നുണ്ട്. അവർക്കും ഈ പറഞ്ഞ ഒരുപാട് ട്രസ്റ്റ് ആണ് നമ്മളുടെ. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ പ്രൊമോട്ട് ചെയ്യുന്നതിലും ബെറ്റർ ആയിട്ട് നമ്മളെ കസ്റ്റമേഴ്സ് തന്നെ നമ്മളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. സർവീസ് ഇഷ്ടമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി റെഫറൽസ് വരുമല്ലോ. അപ്പോൾ നമ്മളെ കസ്റ്റമർ തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയൊരു സക്സസ്. അത് തന്നെയാണ് ഏത് ബിസിനസ്സുകാരൻ പറയേണ്ടതും, അല്ലെ? അതെ, കസ്റ്റമേഴ്സ് റെഫർ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സുകാരന്റെയും ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ്. സോ തീർച്ചയായിട്ടും. അത് ഒരു സക്സസിന്റെ രഹസ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. എനിക്ക് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ ജഹാസിന്റെ അടുത്ത് മനസ്സിലായി, യു ഹാവ് എ ബെറ്റർ വിഷൻ. യെസ്. ആ വിഷൻ എന്താണെന്നുള്ളതും, അതായത് സ്വന്തം ടീമിനോടും നമ്മുടെ കമ്പനിയോടും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ജഹാസിനോട് വിഷൻ എന്താണ് ആസ് എ ഡയറക്ടർ? ആക്ച്വലി ഇപ്പൊ എന്റെ ടീമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പല കമ്പനീസും സെയിൽസ് ട്രെയിനിങ് കൊടുക്കാറുണ്ട് അവർക്ക്. ഓക്കെ. ഓക്കെ. പക്ഷെ ആരും ഒരു മെന്റൽ ഹെൽത്ത് ശ്രദ്ധിക്കാറില്ല. സെയില് കൊടുക്കുന്നു, ടാർഗറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു രീതിയാണ്. ഞാൻ എൻ്റെ ഓഫീസിൽ ഹെൽത്ത് കൺസേൺഡ് ആയിട്ട് പല ട്രെയിനിങ്ങുകളും ഒരു കൊടുക്കാറുണ്ട്. ഞാൻ തന്നെ പഠിച്ച് ചെയ്യാറുണ്ട്. അതുകൂടാതെ നമ്മൾക്കൊരു ന്യൂറോസ് ആപ്പ് എന്ന് പറഞ്ഞ സിസ്റ്റർ കൺസേൺ കമ്പനി ഉണ്ട്. സ്റ്റാഫിന്റെ മെന്റൽ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഇതുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഇവന്റ് ഡയറക്ടർ കൂടിയാണ് ഞാൻ. എന്തെങ്കിലും ഓ, പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈവൻ ഞാൻ റീസെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറയാം. ഒന്ന്, ഞാൻ എൻ്റെ ടീമിന് ഡിറ്റോക്സിറ്റി ഇംപ്ലിമെന്റ് ചെയ്തു. അതായത് ബ്രെയിനും അതുപോലെ തന്നെ അവരെ മെന്റൽ ഹെൽത്തിനൊക്കെ ബെറ്റർ ആണ്. അപ്പൊ അത് ഇവിടെ ഞാൻ എൻ്റെ സ്റ്റാഫ് ടീമിന്റെ അടുത്ത് പറഞ്ഞിട്ട് അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രാവിലെ തന്നെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് എക്സർസൈസസ്, അവർക്കൊരു ഹാബിറ്റ് പറഞ്ഞു. ഇത് എല്ലാവരും റീഡിങ് സ്കില്ലുള്ള ആൾക്കാരൊന്നല്ല. റീഡിങ്ങിന് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബുക്സ് ഞാൻ തന്നെ ഇവിടെ വരുത്തിച്ചിട്ട് ഒരു ലൈബ്രറി പോലെ ഓഫീസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിൽ ബുക്ക് എടുക്കാം, വായിക്കാം, അത് തിരിച്ച് ആ സമയത്ത് വെക്കുക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരെ നമ്മളെല്ലാം നമ്മുടെ ടീമാണ്. അപ്പൊ അവർക്ക് മെന്റൽ ഹെൽത്തും കൂടെ വയ്ക്കും. പല ആൾക്കാരും പല പ്രഷറിലൊക്കെ വരുന്നതായിരിക്കും. സോ ഇതെങ്ങനെ കൺട്രോൾഡ് ആയിരിക്കും. അപ്പൊ നമ്മളത്ര എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവില്ല ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ളത്. അപ്പൊ ഇത് ഇവരെങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം, ഇമോഷൻസ് എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ നമ്മൾ മെന്റലി ലോ ആയിരിക്കും എങ്ങനെ അവരുടെ ഡോപ്പമിൻ കൂട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് സ്ഥിരമായിട്ട് ട്രെയിനിങ്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ സെയിൽസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റി ഉള്ള ടീമിനെ ബിൽഡ് ചെയ്യുക. ഒരാൾ വിളിക്കുമ്പോൾ ഒരു മോശം ടീമാണ് UTC എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതെ നല്ലൊരു ടീമാണ്. കാരണം അവര് മെന്റൽ വെൽബീയിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇതും കൂടെ ചെയ്യുന്നുണ്ട്. യെസ്. അപ്പോ ജഹാസ് സ്വന്തം ടീമിന്റെ ഡെവലപ്മെന്റ് വഴിയും അല്ലെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുന്നത് വഴി ഒരു വിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഏത് സമയത്തും വർക്ക് ചെയ്യാനും കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും കേപ്പബിൾ ആക്കുക എന്നുള്ളതായിരിക്കും ഉദ്ദേശം, അല്ലെ? അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മളിവിടെ ചെയ്തൊരു കാര്യം, നോർമലി ഓഫീസ് ടൈം എന്ന് പറഞ്ഞാൽ 9 to 6 ഒക്കെ ആയിരിക്കും. നമ്മളിവിടെ ഒരുപാട് പേരൻസ് ആയിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓഫീസിന്റെ ടൈം ചേഞ്ച് ചെയ്തു, 10 to 5 ആക്കി. സോ അവരുടെ ബ്രേക്ക് എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ആകെ വരുന്ന 6 hours ആണ് ഓഫീസ് വർക്ക്. പക്ഷെ ഉണ്ടല്ലോ അവർക്ക് കമ്മിറ്റഡ് ആണ്. അവർ വീട്ടിൽ പോയിട്ടാണെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും ഓഫീസ് ടൈം ടു ടൈം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്റെ ടീം ഏത് സമയത്ത് വിളിച്ചാലും അവൈലബിൾ ആയിരിക്കും. ഈവൻ ലേഡീസ് ആയിക്കോട്ടെ, 12 മണിക്ക് വിളിച്ചാൽ പോലും അവര് ഒരുപാട് പേര് ബുക്കിംഗ്സ് ഒക്കെ ക്ലോസ് ചെയ്യാറുണ്ട് ആ സമയത്ത് നൈറ്റ്. സോ അത്ര കമ്മിറ്റഡ് ആണ് ടീം. മറ്റുള്ളവർക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ് ആണ് ജഹാസ് അവിടെ തീർച്ചയായിട്ടും. ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ഷുഗർ കട്ട്, ഇപ്പൊ ഓഫീസിൽ നിന്ന് മൊത്തത്തിൽ നിന്ന് ഷുഗർ ഒഴിവാക്കിയിട്ടുള്ള എല്ലാ പരിപാടിയും അങ്ങനെ ഒരു രീതി പ്ലാൻ ചെയ്യുന്നുണ്ട്. റൈറ്റ് റൈറ്റ്. ഓക്കെ. അപ്പം
ടൂർസ് ആൻഡ് ട്രാവൽ അതെ. എല്ലാവർക്കും വളരെയധികം അട്രാക്ഷൻ തോന്നുന്ന ഒരു ഫീൽഡാണ്. ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ ഈ ബിസിനസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഉം. അവരോട് എന്താണ് ജഹാസിനുള്ള ഒരു അഡ്വൈസ്? എന്താണ് ഒരു മെസ്സേജ്? തീർച്ചയായിട്ടും. എന്താണ്? ഒരുപാട് പേര് ഇപ്പൊ കാണാൻ പറ്റും. പല ആൾക്കാരും ഇപ്പൊ ട്രാവൽ ചെയ്തിട്ടാണെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് കമ്പനി തുടങ്ങുന്ന ആൾക്കാരുണ്ട്. ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള വിഷൻ വെച്ചിട്ട് നമ്മളൊരു യാത്ര പോയി എന്ന് പറഞ്ഞിട്ട് നാളെ പോയി ട്രാവൽ ഏജൻസി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയാലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഒന്ന് പഠിച്ചിട്ട് എക്സ്പീരിയൻസ് വേണം നമുക്ക്. നമ്മൾ എപ്പോഴും വീണ് വീണ് തന്നെ പഠിക്കണം. അപ്പൊ അത്ര ഒരു എക്സ്പീരിയൻസ് കിട്ടി കിട്ടി തന്നെ ബെറ്റർ ആക്കാൻ നോക്കുക. ഓടിപ്പോയിട്ട് കുറെ ഓഫീസ് ഇട്ടു, കുറെ ഇൻവെസ്റ്ററിനെ പിടിച്ചു, അങ്ങനെ ഒരു രീതിയിലേക്കല്ല വരേണ്ടത്. പഠിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ്. UTCക്കോ എനിക്കോ മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല. തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പല ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. എന്റെ ഒപ്പം പഠിച്ച ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത് വിളിക്കും, ഞാനിങ്ങനെ കമ്പനി തുടങ്ങി എങ്ങനെ ഉണ്ടാവൂടാ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ ഇവർക്കൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും. സാധാരണ ഇപ്പൊ എന്റെ ഒരു ആവശ്യത്തിന് ഞാൻ പല ആൾക്കാരെയും വിളിച്ചിട്ടുണ്ട്. ആരും അങ്ങനെ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരുടെ അടുത്ത് വേണ്ട എല്ലാ സപ്പോർട്ടും, എനിക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടും എല്ലാം, ഈവൻ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ വരെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് സന്തോഷമാണ് മറ്റൊരാളെ സക്സസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. വളരെ നല്ലത്. ആഹ് ഈ UTC അല്ലെങ്കിൽ ജഹാസിനെ ഇത് കാണുന്ന പല ആൾക്കാർക്കും കണക്ട് ചെയ്യണം എന്ന് തോന്നും. ആ. അതായത് ഒരു ട്രാവൽ പോകണമെന്നുണ്ടെങ്കിലും പല കാര്യങ്ങൾ ചോദിച്ചറിയാനൊക്കെ ആണെങ്കിലും എങ്ങനെയായിരിക്കും അവർക്ക് UTC കണക്ട് ചെയ്യാൻ പറ്റുക? തീർച്ചയായിട്ടും നമുക്ക് പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഒരു സെൻട്രൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിൽ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ടീം അപ്പൊ പേഴ്സണലി അവർക്ക് മെസ്സേജ് അയക്കും. അതൊരു ഓപ്ഷനാണ്. അതുകൂടാതെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ മെസ്സേജ് ഇട്ടാലും അവർ അറ്റൻഡ് ചെയ്യും. ഞാൻ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള സെൻട്രൽ നമ്പർ ഉണ്ട്, അത് ഇവിടെ ഞാൻ പറയുന്നുണ്ട്. 9656109000. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ടീം എപ്പോഴും അവൈലബിൾ ആയിരിക്കും. താങ്ക് യു. മാത്രമല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ UTC എന്ന് അടിക്കണോ അതോ UTC എന്ന് യൂണിവേഴ്സൽ അടിച്ചോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രാവൽ കമ്പനി അടിച്ചു ട്രാവൽ കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് അടിക്കണോ? അതെ, ഓക്കെ. തീർച്ചയായിട്ടും. അപ്പോ ഇതൊരു വെൽത്ത് ഓൺ പർപ്പസ് ഷോ ആണ്. അപ്പൊ ഞാൻ എല്ലാ ബിസിനസ്സുകാരുടെ അടുത്തും അവരുടെ ഫൈനാൻഷ്യൽസിനെ പറ്റിയും ഉം. ചെറുതായിട്ടൊന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും. മനസ്സിലാക്കാൻ പറ്റി ജഹാസിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ, അതായത് വളരെയേറെ ബാധ്യത ഉണ്ടായിരുന്നു, ആ ബാധ്യതയിൽ നിന്നൊക്കെ കരകയറി വരികയും ചെയ്തു. അത് ഉം. മാത്രമല്ല, അതെങ്ങനെ ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്തു എന്നും ഇപ്പോ നമുക്ക് കിട്ടുന്ന ലാഭം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉം. എങ്ങനെയാണ് ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് മാനേജ് ചെയ്യുന്നത് കൂടി ഒന്ന് പറയാം. എനിക്ക് എല്ലാവരും കൂടിയായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ബിസിനസ് ചെയ്യുന്ന പല ആൾക്കാരും ഇപ്പോൾ എന്നെ പോലെ തന്നെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഫണ്ട് വരുന്നു, എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യുന്നു, അത്യാവശ്യം ഒരു യങ് ഏജ് ആകുമ്പോൾ നമുക്ക് കുറച്ച് അടിച്ചു പൊളിക്കാന്നുള്ള തോന്നലുകളൊക്കെ വരും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത് ഞാൻ ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിച്ചപ്പോഴാണ്. കാരണം ഇതാണ് നമ്മുടെ സക്സസ്. നമുക്ക് ഫണ്ട് വരുന്നു, അതെങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്യണം, അതിൽ നിന്ന് എങ്ങനെ മാർജിൻ ഉണ്ടാക്കിയിട്ട് അത് സ്പെൻഡ് ചെയ്യണം നമ്മൾ പഠിക്കുക. നമ്മളെപ്പോഴും ചെലവുകൾ സ്പെൻഡ് ചെയ്തിട്ട് അതിന് ശേഷമുള്ള എമൗണ്ട് അല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആദ്യം കഴിഞ്ഞിട്ട് അതിന്റെ ബാലൻസ് ഉള്ള വെച്ചാണ് ഷെയർ ചെയ്യേണ്ടത്. ഈ ഒരു ത്രെഡ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയപ്പോൾ ഞാനിത് പഠിക്കാൻ തുടങ്ങി, എങ്ങനെ ഫിനാൻസ് മാനേജ് ചെയ്യും. അങ്ങനെ പല പ്രൊഫഷണൽസിനെ അപ്രോച്ച് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഫൈനലി എത്തിയിരിക്കുന്ന ബബ്ലു സാറിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എനിക്കത് സാറിന്റെ അടുത്ത് അന്ന് മീറ്റ് ചെയ്തിട്ടുള്ള 45 മിനിറ്റ്സ് എൻ്റെ ലൈഫിൽ വളരെ ടേണിംഗ് പോയിന്റ് ആണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എനിക്കിപ്പോ ഒരു എന്തും ധൈര്യമാണ്. എന്ത് പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫണ്ട് ഞാൻ മാനേജ് ചെയ്യണമെങ്കിൽ ആദ്യം ബബ്ലു സാറിനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും വിളിക്കുന്നത് എന്തെങ്കിലും ചെയ്യാനായിട്ട്. അത് എൻ്റെ ഒരു എനിക്കതിന് ഒരുപാട് നന്ദിയും പറയാനുണ്ട്. കാരണം എനിക്കിപ്പോ ഒരു സപ്പോർട്ടാണ്, മെന്റലി ഭയങ്കര സപ്പോർട്ടാണ്. എന്തുണ്ടെങ്കിലും ബബ്ലു സാർ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട്. താങ്ക് യു ജഹാസ്. അപ്പോൾ ജഹാസിനെ പോലുള്ള ഒരാള് ഇത്രയും തിരക്കിന്റെ ഇടയിലും വളരെ കുറച്ച് സമയത്തേക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഷോയിൽ പങ്കെടുക്കാനായിട്ട് കാണിച്ച ഒരു മനസ്സും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ജഹാസിനെ ഞാൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനിക്കറിയാം ജഹാസിന്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള ഒരാൾ തന്നെയാണ് ജഹാസ്. അപ്പോൾ ഇനിയും ജഹാസിന്റെ ബിസിനസ് വളരെ നല്ല രീതിയിൽ വളരട്ടെ, നല്ല ഉയർച്ചകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. സോ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ ജോയിനിങ് ദിസ് സെഷൻ. Thank you so much. It was a nice time for me. Yeah, thank you, Jahaz.